നമ്മള് കൊറേ വീഡിയോന്റെ അടിയില് ഇൻസ്റ്റയില് മെസ്സേജ് അയക്കുന്നുണ്ട് പ്രാങ്ക് പണി വരുന്നുണ്ടവറാച്ചാ. പ്രാങ്ക് ചെയ്തിട്ട് ആദ്യമായിട്ട് ഇച്ചാണ് എട്ടിന്റെ പണി. കാരണം സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കണ്ണാടിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. കണ്ണാടിന്റെ അവസ്ഥ ഇതാണ്. സ്റ്റിക്കർ പഠിച്ചാൽ കിട്ടുന്നില്ല. ഞാൻ നിർത്തിയാണ് ഇതുകൊണ്ടൊന്നും സമയം തളരൂല. ഞാൻ അത് നിർത്തിപ്പോയാലോ എന്ന് കൊറേ ഞാൻ ആലോചിച്ചു. കാരണം പിരാന്ത് തന്നെ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മള് കൊറേ വീഡിയോന്റെ അടിയില് ഇൻസ്റ്റയില് മെസ്സേജ് അയക്കുന്നുണ്ട് പ്രാങ്ക്. അപ്പൊ പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, കൊറേ ആൾക്കാർക്ക് ഇഷ്ടാ തോന്നുന്നുണ്ട് അല്ലേ? കൊറേ പറയും പ്രാങ്ക്. അപ്പൊ നമ്മള് ഇപ്രാവശ്യത്തെ ഊയെന്ന് പറയുന്നത് ചെറിയാപ്പൂവിനാണ്. ചെറിയാപ്പൂ എന്ന് പറയുന്നത് 2 ദിവസം കഴിഞ്ഞാൽ പോകും. പിന്നെ ഓക്കിട്ട് കൊടുക്കാൻ പറ്റൂല, നിങ്ങൾക്ക് അറിയില്ല. ഓക്കിട്ട് കൊടുക്കാൻ പറ്റൂല. പിന്നെ അളിയാക്കാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അളിയാക്കാക്ക് അങ്ങനെ ഏക്കൂല, അത് ഓളും ആണോ. കാരണം അളിയാക്കാക്ക് അത്രത്തോളം ഏക്കുന്ന അളിയാക്കാക്ക് നമ്മളൊരു പണി കൊടുക്കുക വരാണ്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ പ്രാങ്ക് എന്ന് പറയുന്നത് ചെറിയാപ്പൂനാണ്. എന്താന്ന് വെച്ചാല് ഞാൻ ചെറിയാപ്പൂന്റെ വണ്ടി രാവിലെ തന്നെ വാങ്ങിക്കണം. അപ്പം ആദൂനെ നേഴ്സറി കൊണ്ടാക്കി. അപ്പൊ ഇനി എടക്കര പോവാണ്. അപ്പൊ എടക്കര പോയിട്ട് എന്താ പറയാ, നമ്മള് ഇങ്ങനെ പറയാം, വണ്ടി നമ്മള് ഇന്റെ അടുത്തുനിന്ന് ചാടി ഗ്ലാസും കാര്യമൊക്കെ പൊട്ടി. അപ്പൊ രാവിലെ തന്നെ ചെറിയാപ്പൂന്റെ അഷഫീഖിന്റെ കൂട്ടുകാരൻ ഡ്രസ് എല്ലടി സ്റ്റിക്കർ കടയിലുണ്ട്, അതിനോട് വിളിച്ചു ചോദിച്ചു. അപ്പൊ ഓലെ ചെയ്യൂലെന്ന് പറയും. ഈ കണ്ണാടി ഒക്കെ പൊട്ടിയ മാതിരി വണ്ടി നിക്കണ നിപ്പില് വീണു. വണ്ടി ഒന്നും കുത്തിയൊന്നും പറയില്ല, നിക്കണ നിപ്പില് വീണു. അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടെടുക്കണം. അതാണ് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ കാരണം. പിന്നെ പറഞ്ഞാല് ചെറിയാപ്പൂന്റെ പെരിയിലെ ഇനി ഓക്കള് കുട്ടീനെ നഴ്സറിക്ക് ആക്കണം, ഉപ്പാക്ക് മരുന്ന് വാങ്ങണം എന്നൊക്കെ മരുന്ന് സ്ലിപ്പും കാര്യമൊക്കെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. രാവിലെ തന്നെ 9:30 വണ്ടി കൊണ്ടുവന്നു. പിന്നെ നമ്മൾ ആ സ്റ്റിക്കർ കടയിൽ ചോദിച്ചപ്പോൾ ഓല് ചെയ്യൂല. പ്രസ്സും കടയിലേക്ക് വിളിച്ചു ചോദിച്ചു, ഓല് ചെയ്യൂല. പ്രസ്സും കടയിൽ ആ കാക്ക പറഞ്ഞു വിനയിലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇടയ്ക്കര ഒരു സ്ട്രോബെറി പറഞ്ഞ കട ഉണ്ട്, അവിടെ പോയി നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒറ്റക്ക് ആയതുകൊണ്ട് ഓനെയും കുറിച്ച് കൊണ്ടുപോവാണ്. കടയും കാര്യമൊന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ പോകുമ്പോ നമുക്കൊരു ചടപ്പല്ലോ ഒറ്റക്ക്. അത് കഴിഞ്ഞിട്ട് വേണം ചോമിയോക്ക് പോകാൻ. അപ്പൊ തന്നെ ഈ പരിപാടികളൊക്കെ കഴിച്ചിട്ട് അവിടെ എത്തണം. 12 മണി 12 ടോക്കും കൊടുക്കല അവിടെ. അപ്പൊ ഇനി സ്റ്റിക്കറും കാര്യമൊക്കെ ഏതായാലും വാങ്ങാൻ പോട്ടെ. സിഫ്ന സെറ്റല്ലേ? സെറ്റ്. അഭിനയിക്കണം, കരിയൊക്കെ വാങ്ങും. കാരണം എന്റെ കയ്യിൽ നിന്ന് ഒരു വട്ടം വീണോണ്ട് എന്നോട് അറിയാം നല്ലൊരു വണ്ടി. ഇപ്പൊ എയില പോവാണെങ്കിൽ ഞാൻ വെല്ല പോയി കൂടെ എത്തും, വെല്ല പോണിച്ച് കാട്ടേണ്ട കാട്ടിയില്ലേ അറിയും. അപ്പൊ കാര്യമായിട്ടൊന്നും പറയൊന്നുണ്ടാവില്ല. ഇങ്ങനെ ഈ ഒരു നൃത്തം നിന്ന് ശ്രദ്ധിച്ചതിന്റെ അല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ അറിയില്ല. ചില പ്രൈസ് ആവുമെന്ന് അറിയില്ല. അപ്പൊ സ്റ്റിക്കർ കിട്ടുവെക്കാരം പോകുള്ളൂ. അപ്പൊ ഇൻട്രോ എടുത്ത് വെക്കാണ്. നമുക്ക് പോവല്ലേ ഇതാ പോവാ, ചെരുപ്പെടുത്തു വാ. ഇപ്പൊ ഞങ്ങൾ പോയോക്കണ്ട. വണ്ടി വരുന്നത് നല്ല സെറ്റപ്പ് വണ്ടിയാണ്. ഇനി കുറച്ച് മണ്ണും അതും ഇതൊക്കെ തേച്ചിട്ട് എന്താക്കണം, മറ്റേ ഇതാക്കണം. ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാന്ന് വെച്ചാല് ഈ ഗ്ലാസ് പൊട്ടണം, ആ ഗ്ലാസും പൊട്ടണം. ഞാനന്ന് വീണോണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ച് വാങ്ങിച്ച്. ഈ സൈഡ് ഒരു സൈഡല്ലേ ഏതായാലും ബുക്കുള്ളൂ, സ്ക്രാച്ച് ആണ്. ഈ കണ്ണാടി ലൂസാക്കി ഇടണം. പിന്നെ നോക്കട്ടെ, ലൈറ്റും കാര്യമൊക്കെ സെറ്റാക്കാൻ പറ്റുമോ നോക്കണം. എന്താ പരിപാടിന്ന് ഏതായാലും ഒന്ന് പോയോക്കട്ടെ. ചെറിയാപ്പ് ഇത് എന്താ വെച്ചാൽ വണ്ടിന്റെ അടവ് കഴിഞ്ഞിട്ടില്ല. വണ്ടിന്റെ അടവ് 4-5 നടന്നിട്ടുള്ളൂ. അടവ് ഇഷ്ടം പോലെ ബാക്കിയാണ്. എന്താ പറയാ അറിയൂല. വെച്ചിട്ട് പ്രായം കോല് കുറേ ആയി തരുന്ന. അതിന് മുന്നൊന്നും പാടിച്ച് കൊടുക്കാന്ന് വിചാരിച്ച് ഞാൻ നിർത്തുകയാണ് പരിപാടിന്. ഏതായാലും പോട്ടെടി. അങ്ങനെ നമ്മൾ കൂടെ എത്തിയോല് ചെയ്ത് തരും. എന്തോ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ വെറുതെ ഇതാവും. ഞാനും ഓനിപ്പോൾ കയറിയോണ്ട് നിൽക്കുകയാണ്. പോയി അങ്ങനെ ചെറിയപ്പോൾ ഉണ്ടെങ്കിൽ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ എന്തെങ്കിലും കാണും. അങ്ങനെ സാധനം നമുക്ക് സെറ്റ് ചെയ്തിട്ട് നടക്കണം. ഓലോടെ ചെയ്തുകൊണ്ട് കേട്ടോ. എന്താ ഒരു ഐഡിയ നമുക്കറിയാം. അങ്ങനെ നമ്മളിപ്പോൾ ഒന്ന് സെലക്ട് ആക്കി. വണ്ടി മൊത്തം സ്ക്രാച്ചും കാലം വിചാരിച്ചു. പക്ഷെ അവിടെ ഇല്ല. ഒരു ഗൂഗിളും തരുന്നുണ്ട്. അങ്ങനെ ആയിട്ടൊരു ഇതില്ല, ഒറിജിനാലിറ്റി ഇല്ല. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഇനി ഇത് കൊടുത്ത് നേരെ പെരിയ പോട്ടെ. പെരിയ കല കുറച്ച് സാധനങ്ങളും കാര്യമൊക്കെ വാങ്ങേണ്ട കഴിഞ്ഞിട്ട് പെരിയ പോണം. കണ്ണാടി ഇത് വെക്കാന്നാട്ടോ തീരുമാനിച്ചത് മുന്നില്. കാരണം ഒറ്റയ്ക്ക് നോക്കുമ്പോ പിന്നെ ഇപ്പൊ റൂമത്തെ കണ്ണാടി പൊട്ടിയിരിക്കണം. അലമാരന്റെ അമ്പാടൊന്ന് ഇതാക്കിയിട്ട് നമുക്ക് ഒറിജിനാലിറ്റി കൊണ്ടുവരണം. സിറ്റിന് ഇവിടെ ഉണ്ട്. ചെങ്ങായി ഇവിടെ കിടക്കുന്നുണ്ട്.
ആകെ കോളാകാവോ കോളാക്കൂല, മൊത്തത്തിലൊരു കാറൊക്കെ കാണണ്ട് ഈ ചില്ല്. ഇത് ഇതൊരു മുന്നത്തെ ചില്ലില്ലേ ഹെഡ്ലൈറ്റ്, അതിന് മുന്നത്ത് ആകുമ്പോ വല്ല പീസാക്കി റൗണ്ട് ആക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ അങ്ങനെ തോന്നൂലടി. പക്ഷെ ഇത് കാറ് കാണണ്ട്. ഇത് ബേജാറ് ചെറിയപ്പൊരു വണ്ടി ഊണ് പറയുമ്പത്തിന് ബേജാറാക്കാരം. അപ്പൊ ആള് പെടല്ല, ആളെന്തോ പുറത്ത് ചെക്കന്മാരൊപ്പം പോയതാണ്. ഏതായാലും നോക്കട്ടെ, നമുക്ക് റൗണ്ടില് വട്ടത്തില് കട്ടാക്കാം. നമ്മള് വണ്ടിമ്മേ ചെറുക്കൊരു വെള്ളമേക്ക് എടുത്തിക്കണേ. എന്താ പറയാ, ഞാൻ വരീണില്ല. നോക്കട്ടെ. കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെ സ്ക്രാച്ച് മാതിരി മതി. നിങ്ങൾക്കത് കാണുന്നുണ്ടോ അറിയണില്ല കേട്ടോ. പക്ഷെ നമ്മളെ കണ്ണിൽ ഇങ്ങനെ സ്ക്രാച്ച് മാതിരി വരിയുണ്ട്. നിരങ്ങിയ മോഡലാക്കി വെക്കട്ടെ. അങ്ങനെ കുറേ നേരം അധ്വാനത്തിന് ശേഷം ഏകദേശം ഞാൻ വണ്ടി മുന്നേക്കിടാം അല്ലേ. ആകെ ഫുള്ള് നമ്മളെ സ്റ്റിക്കറൊന്നും ഒട്ടിച്ചില്ല. വരകച്ചിക്കണ്. അപ്പം വല്ലാതെ നമ്മൾ ഇതാക്കിയിട്ടില്ല, കാരണം വണ്ടി ഒന്ന് കുത്തിയൊന്നല്ലല്ലോ, നിക്കണ നിപ്പില് പോണതല്ലേ. അങ്ങോട്ട് ഇവിടെ ഈ കാണുന്ന സ്ക്രാച്ച് ഏറും അതില്ലതാണ്. അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ആ മോഡലിൽ അങ്ങനെ തേമ്പി കൊടുത്ത്, പിന്നെ ഇതിങ്ങനെ വര വീണ മാതിരി ഉണ്ട്. ബോക്സ് മെട്ടിയിലും എൻ്റെ പെൻസിലും ഇതൊക്കെ ഉണ്ട്. ഇനി കണ്ണാടി ഒന്ന് ഇതാക്കണം, എന്താ അവസ്ഥ എന്നറിയില്ല. മുന്നിലൊന്ന് ഒട്ടിച്ചണം. ആകുമ്പാടെ കഴിഞ്ഞിട്ട് ഇങ്ങക്ക് കാട്ടി കൊടുക്കാം അല്ലേ. അങ്ങനെ നമ്മൾ പ്രാങ്കിനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ടത്തെ അതില്ല, ബാക്ക്ഗ്രൗണ്ടിൽ പല ഒച്ചയുണ്ട്. അപ്പം നമ്മൾ ആ ചില്ലിൻ്റെ ആകൃതിയിൽ ആ റെഡ് ഭാഗം കളഞ്ഞിട്ടാണ് നമ്മളിത് മുറിച്ചണത്. അപ്പം എന്താകൂ, അതിൻ്റെ ഉള്ളിൽ കൊള്ളൂ, അതിൻ്റെ ഉള്ളിൽ പാകാണോ ഒന്നും അറിയില്ലല്ലേ, ഒന്നും അറിയില്ല. ഞാൻ അതിൻ്റെ പുറത്തു ഇങ്ങനെ ഞാൻ ഇതാക്കി നോക്കട്ടെ. വാതിൽ കുറ്റിയിട്ടില്ലേ? ഇതിനെ വാതില് തുറന്ന ഞങ്ങളെ പെരിയിലൊക്കെ പിരാന്തന്മാരായതുകൊണ്ടേ. അങ്ങനെ നമ്മള് ഇത് സ്റ്റിക്കറാണ് കേട്ടോ. ഈ ചില്ലാലേ നല്ലത്, മറ്റില്ലാറെ മറ്റേത് മുന്നിൽ പറ്റി നോക്കട്ടെ ഹെഡ്ലൈറ്റിന്. അത് നമ്മള് ഏതായാലും വെട്ടിക്കൂട് കേട്ടോ. ആ ചില്ലുമാട്ട് ഒട്ടിക്കുമ്പോ കറക്റ്റ് ആയിക്കാണെങ്കിൽ ഒട്ടിച്ചിട്ട് കാണാം. പ്രാങ്ക് ചെയ്തിട്ട് ആദ്യമായിട്ട് ഇച്ചാണ് എട്ടിന്റെ പണി. കാരണം സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കണ്ണാടിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. കണ്ണാടിന്റെ അവസ്ഥ ഇതാണ്. സ്റ്റിക്കർ പഠിച്ചാൽ കിട്ടുന്നില്ല. ഞാൻ നിർത്തിയണിച്ച് വെജനും കൊണ്ട് കഴിയണില്ല. ഷംന തോറ്റ് പിന്മാറിയിരിക്കുന്നു. അപ്പോഴാണ് മോട്ടച്ച് വിളിച്ചത്. ചൂടുവെള്ളം ഒന്ന് ചൂടുവെള്ളം ഇങ്ങനെ പാർന്ന് നോക്ക്, എന്നിട്ട് തോത്തിയാ മതി. അപ്പൊ കണ്ടപ്പോ സമാധാനം. അല്ലെങ്കിൽ ചെറിയ പിന്നിട്ട് അപ്പൊ ഈ ഐഡിയ നടക്കുന്ന തോന്നില്ല. ഞാൻ കൊറേയൊക്കെ കാട്ടിയ പ്രാങ്ക് എന്താ കാട്ടുക, കൊറേയൊക്കെ ഞാൻ ഇതാക്കി നോക്കി. എന്തെങ്കിലും വണ്ടി ചെയ്തതല്ലേ നമുക്ക് പറയാം. ഒന്ന് നിരങ്ങി വീണു ചെറിയപ്പോ, ആകെ സ്ക്രാച്ചും. ആ കണ്ണട ഒന്നും ഇങ്ങനെ വെച്ചോക്കട്ടെ, കണ്ണട പൊട്ടാളേ. അതില് ഞാനൊന്ന് പിടിച്ചട്ടെ. ഞാനിതൊന്ന് കളയട്ടെ. അത് കളഞ്ഞാലേ എനിക്ക് കിട്ടും. അപ്പൊ കണ്ടോലും ഇല്ല കേട്ടോലും ഇല്ല. സമ്മ മേതും പാടില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക. പോയില്ലേ മറ്റേത്? അത് പോയതോന്നില്ല. ഫ്ലാസ്കത്ത് ചൂടുവെള്ളം എടുത്തുകൊണ്ടപ്പോ വരുത്താണ്. പ്രാങ്ക് ചെയ്യണ ശ്രദ്ധക്ക് ചെജ്ജാക്കാണ് നല്ല. ഇത് മാത്രം കടന്നാലേ നമുക്ക് കടന്നാ കിട്ടൂലേ. എന്തിട്ട് പോവാത്തു ചൂട് പറഞ്ഞതിന്റെ ഇടക്കര പോയി സാധനം കൊടുന്ന് 100 റുപ്യാണ്. 100 റുപ്യന് പറ്റിച്ചാണ്. അത് പറ്റിച്ചതാണ്. ചെറിയ സ്റ്റിക്കറിന് എന്തിന്റെ കേടോ പറ്റൂല. ഇനി വേറൊരു ബുദ്ധിയുണ്ട്. ഇതുകൊണ്ടൊന്നും സമന തളരൂല. തളരൂല. അത് ശരിക്കാണ് പൊട്ടിച്ചാ മതി. സംനാന്തിന് ഇടങ്ങാറാവണ്. എന്നിട്ട് നമുക്ക് പ്രാങ്ക് കൊടുക്കാം. അങ്ങനെ ഇത് വൃത്തിയാക്കട്ടെ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ഐഡിയ വീണ്ടും കുറച്ച് ടൈം എടുക്കൂലേ വൃത്തിയാക്കാന്? അങ്ങനെ ഞാൻ അത് നിർത്തിപ്പോയാലോ എന്ന് കുറേ ഞാൻ ആലോചിച്ചു. കാരണം പിരാന്ത് തന്നെ നട്ടുച്ചക്ക് ഇടയ്ക്കിടക്ക് പോയി
അപ്പോഴാണ് ഇവിടെ ഒരു കണ്ണാടിന്റെ ചില്ല് പൊട്ടീനി. ആ ചില്ലെടുത്തിട്ട് എന്ത് കാട്ടി, ഇങ്ങനെ വെട്ടാക്കി പൊട്ടാക്കി. ഞാൻ കണ്ണാടി അതേപോലെ കാട്ടണം, തൊടണ്ടെന്ന് പറയണം. ചെറിയാപ്പൂനോട് തൊടുമ്പത്തിന് ആ ചില്ല് പൊട്ടും, കയ്യെ കീറുന്ന് പറയണം. ആണ് ഇപ്പത്തെ ലുക്ക് എന്നത്. ഇപ്പൊ ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. സ്റ്റിക്കറൊക്കെ വെറുതെ ആയി. ഈ നെൽത്തറക്കണൊക്കെ ഞാൻ വെട്ടിക്കീറി ഇട്ടാട്ടോ. അപ്പൊ ഇതൊക്കെ വൃത്തിയാക്കണം. അപ്പൊ ഇനി മറ്റേ കണ്ണാടിയും പാട് ഇതേ ലുക്ക് കൊണ്ടിട്ട് അങ്ങനെ കുറേ നേരത്തെ ഇതിന് ശേഷം ചെറിയാപ്പൂനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ചെറിയാപ്പൂ കുറച്ച് കഴിഞ്ഞ് എത്താന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ വണ്ടി ആദ്യം അവിടെ ഇനി. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിൽ എന്താക്കി വണ്ടി സ്റ്റാർട്ടാക്കി കൊണ്ടുവന്നതില് കണ്ണാടിന്റെ ഇത് ചാടി. പിന്നെ ഞാൻ രണ്ടാമത് വെച്ചതാണ്. അപ്പൊ ഇനി ഇവിടെ കുറച്ച് മണ്ണും കാര്യമൊക്കെ തേക്കാറുണ്ട്. അപ്പൊ മണ്ണും കാര്യമൊക്കെ ഇനി അവിടെ ഇവിടെ ഒന്ന് തേക്കട്ടെ. ഒരു കണ്ണാടി നമ്മൾ ഇങ്ങനെ ആക്കിക്കണം, മറ്റേ കണ്ണാടി അങ്ങനെ ആക്കിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ മണ്ണും കാര്യമൊക്കെ അവിടെ പോയി കുഴച്ചെടുത്തിക്കണം. കൊയിഞ്ഞാടുമ്പോ ഇവിടെ ഞാൻ തട്ടി കൊയിഞ്ഞാടുന്നോണ്ടേ ഇവിടെ കുറച്ച് ചില്ലളകി ഞാൻ നേരാക്കാണ്ട് ഇവിടെ കുറച്ച്. അപ്പൊ ഇതൊന്ന് റെഡിയാക്കണ്ട, മണ്ണൊക്കെ തേച്ച്. അങ്ങനെ നമ്മളിപ്പോ ഏകദേശം 5 മണിയൊക്കെ ആവാനായിട്ട് കുറേ നേരമായി വണ്ടി എങ്ങനെ കാട്ടിയിട്ടും കാണുമ്പോൾ ഒരു പെർഫെക്ഷൻ തോന്നണമെന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ, അവിടെ ഒരു മണ്ണേക്കലും കാര്യം അതും ഇതൊക്കെ ആയിട്ട് നടക്കേനി. അപ്പം ഇവിടെയൊക്കെ മണ്ണും കാര്യമൊക്കെ തേച്ച് അവിടെ വരിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഓരോ പരിപാടി. ഇനി ഏതായാലും ചെറിയാപ്പൂനൊന്ന് വിളിച്ചിട്ട് വരാൻ പറയണം. അപ്പം ആംഗിൾ എങ്ങനെയൊക്കെ വരികയെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സിഫ്നാനോട് ആ ജനലിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറയും, അല്ലെങ്കിൽ ഞാൻ ആ ജനലിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറയും. വാതിൽ തുറക്കൂല. ഉള്ളിൽ കയറിയാലും പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിൽ അടക്കേണ്ടി വരും. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ആ കാണുന്ന പെരിയിൽ സിറ്റ് ഔട്ടിൽ ക്യാമറ സൂമിലിട്ട് കൊണ്ടേക്കും, മൈക്ക് കണക്ട് ചെയ്യും. അപ്പം ഇനി സൗണ്ട് നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ചെറിയപ്പോൾ വണ്ടിൻ്റെ അടുത്താണോ അല്ലെങ്കിൽ എൻ്റെ മേത്ത് ഞാൻ മൈക്ക് വെക്കും, അല്ലെങ്കിൽ ഒരു മൈക്ക ഇവിടെ എവിടെയെങ്കിലും നിലത്തോ കാര്യമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ സൗണ്ടും കാര്യമൊക്കെ ആയിട്ട് ഇത് അറിഞ്ഞാണ്ടല്ല ചെറിയപ്പോൾ ഇത് യാതൊരു ഐഡിയ ഇല്ല. അപ്പം അതാണ് ഞങ്ങൾ ആംഗിളും കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടുന്ന് ആംഗിൾ വരുമ്പം രണ്ടാമത്തെ ഫ്രെയിമിൽ ചിലപ്പോൾ അവിടുന്നൊക്കെ ആംഗിൾ വരിക. അപ്പോൾ അവിടെയും ക്യാമറ കൊണ്ടുവയ്ക്കണം. താത്താൻ്റെ ക്യാമറ വരുന്നു, എൻ്റെ ക്യാമറ മൈക്ക കുത്തിയിട്ട് അവിടെയാണ് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഏതായാലും ഇനി ചെറിയാപ്പൂനൊന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ അപ്പോൾ ഒരു ചോര ഉണ്ടാക്കി വെച്ചേക്കണം, മഞ്ഞളും സോപ്പും പൊടി. നാളെ മോട്ടൻ്റെ അതിന് പഠിച്ചതാട്ടോ ഈ ചോര ഉണ്ടാക്കല്. അപ്പോൾ എന്താ പരിപാടി, ഫുഡ് കളറില്ല. അപ്പോൾ ഇങ്ങനെ എന്തായാലും വിരൽ കുത്തുമല്ലോ. അപ്പോൾ ഞാൻ ചെറിയ വിരലും ഒരു മുറി ഉണ്ടാക്കി. അന്ന് കൊയിഞ്ഞാടിൻ്റെ അനുഭവം ഉണ്ടായതുകൊണ്ട് എവിടെയൊക്കെ മുറിയാവുന്ന അറിയും. അപ്പോൾ ഈ കയ്യിൻ്റെ ഇവിടെ ഇത് തോത്തിട്ടോ, ഇവിടെ കുറച്ച് ഉണങ്ങിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മായ്ച്ചാളി. അവിടെ ചെറുങ്ങനെ വാണ്ട മാതിരി കുറച്ച് മണ്ണും തേച്ച് വെച്ചു. കാരണം മണ്ണിൽ ഇങ്ങനെ എഴുതുമ്പോൾ കുറച്ച് മണ്ണും ഉണ്ടാവുമല്ലോ. പിന്നെ മുട്ടുകാലിന് അത് മാത്രം മതി പിന്നെ മുട്ടുകാലിൻ്റെ ഫാനിൻ്റെ കുറച്ച് വെള്ളമാക്കി വെക്കും. ഇവിടെ ഏകദേശം കുറച്ച് വെള്ളമാക്കി വെച്ച് നനവ് ഇങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ അതൊക്കെയാണ് ഐഡിയ. അപ്പോൾ ഏതായാലും മുറി ഒന്ന് സെറ്റാക്കട്ടെ. ഇതൊരു മുറി മാതിരി ഉണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ ബാക്കിയുള്ള പരിപാടിയും പാടെ കഴിച്ചത്. കാരണം എവിടെ ഇത് നമ്മൾ പറ്റിച്ചാന്ന് തോന്നിയത്. കാരണം നമ്മളിങ്ങനെ പ്രേം ചെയ്യണോണ്ട് ഓൾക്ക് കത്തുമല്ലേന്ന് നമുക്കത് അറിയില്ല. അതുകൊണ്ട് ഓൾക്ക് അറിയാത്ത വിധത്തിൽ വേണം നമുക്ക് ചെയ്യാൻ. അപ്പം ഇനി ഏതായാലും ബാക്കിയുള്ള പരിപാടി ഒന്ന് നോക്കട്ടെ. ഇങ്ങനെ ചെറിയപ്പോൾ ഏതായാലും ഞാൻ ആ മുറി ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ വിളിച്ചേനി. അപ്പം ഞാൻ ചോദിച്ചു എപ്പോഴും നിങ്ങൾ വരുമോ ചോദിച്ചു. അപ്പോൾ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും വണ്ടുവെന്ന് വന്നിക്കണം, ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇപ്പം എത്താനായിക്കണം, ഇവിടെ എത്താനായിക്കണം. അപ്പോൾ നമ്മൾ എല്ലാ പരിപാടി ഇതാക്കി വണ്ടിയൊക്കെ ഇവിടെ സെറ്റാക്കി. അപ്പം ഞാൻ അഭിനയിച്ചൊക്കെ കണ്ണിൽ കുറച്ച് വിക്സൊക്കെ തേച്ച് സങ്കടം, കാരണം മുറി ഉണ്ടാകുമ്പോൾ വേനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതായാലും സങ്കടപ്പെട്ടിക്കട്ടെ. ആളിപ്പത്തും കൂട്ടുകാരനായിട്ട് കൊണ്ടുവന്നാക്കാം. ഞാൻ ആദൂനൊക്കെ നഴ്സറിക്കാക്കാൻ വേണ്ടിയിട്ട് വണ്ടി വാങ്ങിയതേനു. അപ്പോൾ ചെങ്ങായി വന്ന് കൊണ്ടുവന്നാക്കും. അപ്പം ഞാൻ പോയി വിക്സ് ആക്കട്ടെ. ഒരു ക്യാമറ ഇതിന്റെ കയ്യിലാണ്, മറ്റേന്റെ ക്യാമറ എന്ന് പറയുന്നത് ഞാൻ ഈ ചെടിന്റെ അടിയിൽ അല്ലെങ്കിൽ ഈ വണ്ടിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഞാൻ അതിട്ടു കേട്ടോ. കാരണം സൗണ്ട് ഇതാക്കാണ്ട്. ഏതായാലും മൈക്കും കാര്യമൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. പെരീത ചെക്കൻ്റെ കയ്യിൽ ക്യാമറ കൊടുക്കും. ചെറിയാപ്പൂനെ അറിയില്ലല്ലോ ഇവിടുത്തെ ഫോൺ ഏതായാലും ഇവിടെ വരുന്നു. അപ്പം മൈക്ക് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ക്യാമറ കൊടുക്കട്ടെ. ഇത് നീച്ച് പോവരുത് കേട്ടോ, പരിപാടി അയ്യോളോ. ഇത് സാധാ ഗെയിം കളിച്ചൂലേ, ആ ഒരു ടൈപ്പിലൊക്കെ വീഡിയോ തരിക. എന്നിട്ട് അതേമാതിരി പിടിച്ചോട്ടോ. സെറ്റല്ലേ? ഇവിടുന്ന് നമ്മള് വരേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ 1 ഇട്ട് 2 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വരും. അപ്പോൾ ഈ ഒരു ആംഗിളിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കുക. കാരണം സൗണ്ട് എന്തായാലും കേൾക്കുമല്ലോ. അപ്പം ഈ ആംഗിളിൽ ഇജ്ജ് പിടിച്ചോ കേട്ടോ. എൻ്റെ കജ്ജിൽ ഇങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ. മുറിയും കാര്യമൊക്കെ ഇവിടെ സെറ്റാക്കി കുറേ നേരം ഞാൻ പിരാന്ത് വയ്ക്കണം. രാവിലെ തൊട്ട് തല ചുരുക്കി കിടക്കരങ്ങാടി കൂടെ ഒക്കെ പോയി, ഒന്നും നടന്നില്ല. പിന്നെ എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് ഇത് എന്തേലും ഒന്ന് ആക്കിയിട്ട് നിർത്തണമെന്നുണ്ട്. അപ്പോൾ മുറിയും കാര്യമൊക്കെ ഉണ്ട്. ഇത് ഉണങ്ങി പോയി. സോപ്പും പൊടിയല്ലേ, ഇവിടെ ഒന്ന് വെള്ളാക്കട്ടെ. ഇത് സെറ്റായില്ലേ മണ്ണ് മുറി? മുറിന്റെ മാതിരി ഉണ്ട്. കാരണം അന്ന് ചായ ഉടൻ തന്നെ ഞാൻ തേപ്പിക്കണം. അതുകൊണ്ട് ഇവിടെ കൊയിഞ്ഞായിട്ട് വണ്ടിക്ക് എന്തെങ്കിലും പറ്റുന്ന സ്ക്രാച്ചും കാര്യമൊക്കെ അതേമാതിരി ഉണ്ട്. അപ്പൊ നമ്മൾ ഏതായാലും ചെറിയാപ്പ് ഉപ്പത്തിച്ച് പേടിയാണ്. അല്ലെങ്കിൽ പ്രാങ്ക് കുറെ ആയിട്ട് ചെയ്യുമ്പോ പ്രാങ്ക് നമുക്ക് പേടിയാണ്. ജോലി കൂടാന്ന സംശയം തോന്നൂല. ഒക്കത്തിന് കയ്യിൽ ഫോണാണ്.
അപ്പൊ നമുക്ക് ഏതായാലും ചെറിയ എത്താനയക്കണെന്ന് പറഞ്ഞ് എന്നാ നമുക്ക് എത്തുമ്പോഴേക്കട്ടെ അപ്പൊ വരും. ഓണാക്കൂണ്ടേ അവിടെ കുറച്ചിട്ട് ഇവിടെ എത്തിക്കണം. ചെങ്ങായി കൊണ്ടാക്കുന്ന പറഞ്ഞ ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ ഇടക്കിടക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തോ കാര്യം എനിക്ക് ഫോണിൽ കൂടെ അറിയാൻ പറ്റേ. അപ്പൊ ഇല്ല പറയാൻ പറ്റിയ വന്നിട്ട് പറയാനാണ് പറഞ്ഞു. അപ്പൊ ഞാൻ അടങ്ങാറായിട്ട് നിൽക്കട്ടെ. ബാ ഞാൻ ഓഫാക്കി ആ ഒരു ലെവൽക്ക് പിടിച്ചോ. അവിടെ ആരും മെയിൻ ആക്കൂല. എന്നാ കേറുന്ന ഇജ്ജ് എവിടെ നിർക്കുക? ഈ ജനന്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ ഈ ജനന്റെ ഉള്ളിൽ കൂടെ കേട്ടോ. ഞാൻ എന്റെ കജ്ജിലാണ്. ഒന്ന് ഞാൻ മോന്റെ കജ്ജി കൊടുത്തിട്ട് ബാക്കി എന്റെ കജ്ജിലാണ്. കാക്ക വരുമ്പോ ഓണാക്കണം കേട്ടോ. ഇന്ന് വ്ലോഗ് എടുക്കാണ് പറഞ്ഞാ മതി. സംഭവം അങ്ങനെ അറിയാതെ ക്യാമറ കാണണ്ട. കാരണം മൈക്ക് ഏതായാലും ഞാൻ ഫിറ്റ് ചെയ്തിരിക്കണം. അവിടുത്തെ സൗണ്ട് കിട്ടും. അന്റെ ഇത് പിന്നെ ഇവിടുത്തെ ഒച്ചട്ടിയാല് പിന്നെ എങ്ങനെ ഇന്നെ കാണൂലേ? ഇന്നെ കാണാതെ ഇജതിന്റെ ഉള്ളിലൊന്നോ ഇടക്കൊന്ന് താത്തിക്കോ. അപ്പൊ അവിടെ കിട്ടുമല്ലോ. മനസ്സിലായോ? ചെറിയപ്പോ കാണാതെ ആ കട്ടിന്റെ ഉള്ളിൽ കൂടെ വെക്കുക. നോക്കാം. അറിയില്ല. അങ്ങനെ ചെറിയാപ്പ് വരുന്നുണ്ട് കേട്ടോ. സമനത്തെ വള്ളോ വെള്ളം വാങ്ങാം. കണ്ടൂര് കഴിഞ്ഞ പരിപാടി കേറില്ലേ നോക്കി ആരൊക്കെ ഉണ്ടായിന്? ചെറിയപ്പോ ആര് എല്ലാരും ഉണ്ടോ അവിടെ? ഇവിടെ ഇരിക്കി തട്ടടി കുട്ടായിരിക്കും. അതിന്റെ ഉള്ളിലുണ്ടല്ലോ. പിന്നെ അന്റെ ചെറുതായൊന്നും പറഞ്ഞു നോക്കാം. അന്ന് മൂന്നാതിരി ചെറുങ്ങനോട് വേനുണ്ട് സാധനം. വണ്ടിയോ തന്നെ ഉള്ളോ? അർക്കറിങ്ങിയാണ് ഇവിടുത്തെ അർക്കറി. അതുപോലെ മുട്ടു ഇവിടെയുണ്ട് മുറി. ഫോണ് കൂടെ വിളിച്ചാ ചീത്തിട്ടൂലേ? ക്ലീൻ ചെയ്തോ? ഫോണ് വരിക എവിടുന്ന്? ഈ അർക്കത്തുനിന്ന്. ഇവിടുത്തെ നിങ്ങള് കൊയിഞ്ഞാടിയില്ല വന്നപ്പോ? ഞാനൊന്നും വരുന്നല്ലേ. അവിടെ ഇപ്പൊ കൊറേ ആയിട്ട് കൊയിഞ്ഞാടലുണ്ട്. ആ കണ്ണാടി പൊട്ടിയിട്ടുള്ളൂ. ഞാൻ എന്റെ തടി കാത്തു. വണ്ടി നോക്കി. അല്ല ഞാൻ എന്നെ നോക്കിയില്ല. വണ്ടി പോയി. ചെറിയാപ്പോ വണ്ടി ഞാൻ അങ്ങനെ ആയോണ്ടൊന്നും പറ്റിയില്ല. ഞാൻ എന്റെ കജ്ജ് നോക്കി. കജ്ജിന് ബലം കൊടുത്ത് മുട്ടുത്തിയാണ് തയ്യല ആകണ്ടോരതി. ഇത്രയും കാലമായിട്ട് ഓട്ടാൻ പഠിച്ചിട്ടുണ്ട് സത്യത്തിന്. അതൊക്കെ അറിയാപ്പോ. അതിന് ഞാൻ വണ്ടി ഇങ്ങളെ കൊയിഞ്ഞാടിയപ്പോ ഇങ്ങളെ മോന്ത ഓർമ്മ വന്നു. അപ്പൊ ഞാൻ കജ്ജിന് നല്ല ബലം കൊടുത്തു. കാലിനും എന്റെ മോന്താനൊക്കെ ഓർമ്മ വന്ന്. പിന്നെ ചീത്ത അറിയില്ലേ? രണ്ടാമത്തെ വട്ടല്ലേ ഇപ്പൊ ഇത്. ആ അർക്കത്തുനിന്ന് അങ്ങനെ നിരങ്ങണ്ട് പോയി. അപ്പൊ ആ കണ്ണാട് അങ്ങനെ പോന്നു. അത് പറ്റിയിട്ടുള്ളൂ ഭാഗ്യത്തിന്. ഒരു കൊല്ലം കൂടി ആയിട്ടില്ലല്ലോ ഇപ്പൊ. ഞാൻ കാത്തിലേറിയപ്പോ ഒന്നാലൊന്നും പറ്റിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞാടിയപ്പോൾ ഞാൻ കാത്തുകണ്. എന്റെ മേത്തല്ല തോന മുറി. കഴിഞ്ഞ പ്രാവശ്യം ആയാലും ഈ പ്രാവശ്യം ആയാലും ആദൂനൊന്നും പറ്റിയില്ല. അന്നത്തെ അതിരി ആദൂനൊന്നും പറ്റിയിട്ടില്ല. അതാ പറയുമ്പോ ആദ്യം വണ്ടി വണ്ടേനോ ഓനെ വിളിച്ചോണ്ട് ഓനൊന്നും പറ്റിയിട്ടില്ല. നോക്കി നോക്കി ഞാൻ ഓനെ വേഗം ഇറക്കി. ഞാൻ അങ്ങനെ എങ്ങടെ പോയി?
എന്നും വണ്ടി തള്ളിയിടന്നെ. ആരാർക്ക് ലൈസൻസ് തന്നെ? ഓട്ടൂലേ? ഞാൻ ഇപ്പൊ ഇങ്ങളെ വെച്ച് എല്ലാരും വെച്ച് ഹോട്ടലില്ലേ ഇവിടുത്തെ ഉമ്മാനെ അവിടുത്തെ ഉമ്മാനെ ഞാൻ കണ്ടാണ് മറ്റൊരു കാട്ടുമ്പോ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങളെ കാട്ടുമ്പോഴുള്ള കാട്ടല്. അപ്പൊ ഞാൻ കൊയിഞ്ഞാടാൻ വീച്ചിട്ടുണ്ടാവും. അപ്പൊ പഠിച്ചോനെ അവിടെ എത്തിച്ചേക്കാരന്നെ. ഓട്ടാനൊക്കെ അറിയും. സിഫ്നാനൊക്കെ വെക്കലുണ്ടല്ലോ ഞാന്. ഇച്ചാണെങ്കിൽ ഇതാണെങ്കിൽ പെരും വേനണ്ടേ. ഇങ്ങനെ പിടിച്ചിക്കണത് ആശുപത്രി പോണ്ടേ? എന്തിന് പോണ്ടേ? വണ്ടിയും പോയി, ഒക്കെ പോയി. അത് മാറ്റി തരുവോ? കണ്ണട ഉള്ളു കയറിയാപ്പോ. ഇതൊക്കെ എന്താ ഈ കാണുന്നതൊക്കെ? വരെ ഈ സ്ക്രാച്ചുകള് എന്താ? പൂച്ച മാന്തമാതിരിയാണല്ലോ ചൂടുന്നത്. എന്താ കാട്ടുന്നത്? അറിഞ്ഞാണ്ടാണെങ്കിൽ ഞാൻ കൊഞ്ഞാടുവോ? കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ അറിഞ്ഞോണ്ടല്ല, അത് വൈക്കണ സ്ഥലത്ത് കൂടെ പോയിട്ടാണ്. അന്ന് ആ വൈക്ക കൂടെ പോക്കെടുത്തില്ലേ. ഇത് ഈ അർക്കത്തൊരു കല്ലുണ്ട്, ആ കല്ല് ആർക്കെങ്കിലും തട്ടിയിട്ടാ മതി. ആരും തട്ടിയിരുന്നില്ല ആ കല്ല്. എങ്ങനൊക്കോ നെരങ്ങിക്കണ്. ഇച്ചിന്റെ ജീവൻ കിട്ടിയതിന്റെ വലിയ കിട്ടല. വണ്ടി ഉന്തി എന്നിട്ട് ഞാൻ മുറിയായിട്ട് ഇവിടെ എത്തിച്ചില്ല വണ്ടി. അവിടെയൊക്കെ കുപ്പിച്ചില്ലുണ്ട്, ചവിട്ടണ്ടേ. കണ്ണടന്റെ ചാടിക്കണയില്. വേറൊന്നും മരുന്നാളിങ്ങിട്ടൊന്നുമില്ല. അതിന് വലിയ ഭാഗ്യ. വിളിച്ചു ഇൻഷൂർ എടുക്കേണ്ടി വരും. തീരെ കറല്ലേ? ഭയങ്കര പോക്കാണ് എല്ലാവരും പറയുന്നത്. ആര് പെരുമ്പോക്കാ പോണെന്ന് പറയുന്നു വണ്ടി. ഞാൻ പാറലാണ്. ഞാൻ അങ്ങനെ പോക്കൊന്നുമില്ല. ആരാണ്? ഞാൻ പോകുമ്പോൾ എന്തൊരു പോക്കാ പോയിയാണ്. ഞാൻ സ്പീഡ് വർക്കാൻ വന്നൊക്കെ. നിങ്ങള് പോണീന പാതി സ്പീഡില് ഞാൻ പോക്കണ്ടത്. അപ്പൊ നിങ്ങള് വരുമ്പോ ഏതായാലും മരുന്ന് കൊണ്ടുവരും മുറിന്റെ. അതല്ലേ ഇനി വണ്ടി എടുക്കണ്ടോ? മുറി മാറോളം എടുക്കൂല. ഒന്നും കുന്തും അറിയില്ല. ഞാൻ പത്രങ്ങാനും കാലമായി തോട്ടണം. എന്റെ അടുത്ത് എന്തോ ഒരു ബുക്കിലുണ്ടായിട്ടില്ല. ഇത് പറയുന്നത് രണ്ടാമത്തെ എന്നുവെച്ച് കഴിച്ചിലാക്കി എന്ത് കഴിച്ചിലാക്കി? വണ്ടിമ്മ ഫുള്ള് സ്ക്രാച്ച്. ചെറിയ അപ്പൊ നളുങ്ങിക്കണോ? ഓരോ വണ്ടി കൊഞ്ഞാടി. അതിന് മുന്നത്തെ ലൈറ്റ് ഒന്നും പൊട്ടിയിട്ടില്ലേ. അതൊക്കെ ഞാൻ കാത്തില്ലേ. ഞാൻ ആരൊക്കെ നോക്കും? ഇന്നെ നോക്കണം, കുട്ടി നോക്കണം, നിങ്ങളെ വണ്ടി നോക്കണം. കുട്ടീനെ കുടിച്ചുമ്പോ നിങ്ങളെ മോന്ത. അപ്പൊ വണ്ടി നോക്കണം. വണ്ടി കുടിച്ചുമ്പോ കുട്ടീനെ മോന്ത. ആരൊക്കെ ഇപ്പൊ ഞാൻ നോക്കുക? വണ്ടി ചിടുക്കണ്ടേ? കുട്ടീനും വണ്ടിയും നോക്കണ്ട. വണ്ടി ചിടുക്കണ്ട. വണ്ടി എടുക്കാൻ ഞാൻ പറഞ്ഞു. അപ്പൊ കുട്ടീനെ നേഴ്സറി കൊണ്ടാക്കണം, കൊണ്ടെണ്ണം നടക്കുകയെ. പോയാൽ മതി. ഈ വണ്ടി ആക്സിഡന്റ് കൊടുത്താൽ നല്ല പോകും. ചെറിയ കത്തി കൊടുക്കണ്ടേ? അങ്ങനെ ഈ വണ്ടി മാറി കല്ലും കൂടെ ഇങ്ങനെ പോണാണല്ലോ. ഇവിടെ ഈ കല്ല് ചരലിച്ച് കണ്ടിട്ടില്ലേ? ഈ അറക്കല്ലേ? അറക്കത്ത് ഇങ്ങനെയാണ് പോയി. സിനിമയില് പോയി ഞാൻ ഇങ്ങനെ പോയി. അവര് കല്ലുണ്ടായിന് പോയപ്പോ കല്ല് കണ്ടെടുത്തില്ല. ബിനുവിനെ വിളിച്ചു നോക്കണ്ടേ? ഇൻഷൂർ കഴിഞ്ഞിക്കണോ എല്ലാവരും. ഇത് വല്ലാതെ ഈ വണ്ടിക്ക് വർക്കത്തില്ല. അപ്പൊ രണ്ടാമത്തെ വട്ടയായി ഈ ബുക്കിന്. അല്ലാതെ അനക്ക് ഡ്രൈവിംഗ് അറിയായിട്ടല്ലേ? ഓരോ വണ്ടിക്ക് ഓരോ കുരുത്തുണ്ട്. ഇത് ഞാൻ തന്നെ നിങ്ങളെന്തേലും കൂടെ ഉറഞ്ഞ ചെയ്താണ് ഞാൻ കേറുമ്പോ അല്ലെങ്കിൽ പേരണ്ട നിക്കണോടത്തുനിന്നാണ് ഞാൻ കൊയിഞ്ഞാണ്ടതേ. വണ്ടി വന്ന് ഇടിച്ചിട്ടൊന്നല്ലേ. വരുമ്പോ കൊയിഞ്ഞാടിയല്ലേ? കൊയിഞ്ഞാടിയാണ്. വേറെ ആരും കൊയിഞ്ഞാണ്ടില്ല. ഞാൻ തന്നെ അത് കൊയിഞ്ഞാണ്ട്. ആരും കണ്ടിട്ടില്ല. ഞാൻ ഈ മുറിയും വെച്ച് ആധുനിയും വലിച്ച് ആദ്യ വരുന്നല്ലോ. എന്നിട്ട് ഞാൻ നീപ്പിച്ചിക്കാണ്. ബ്രേക്ക് കുടിച്ചു. ആ ബ്രേക്ക് ആടുണ്ട്. ഏതാതോ ഇതോ പൊടുത്തം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചില്ലേ. അവിടെ ഇട്ടിട്ട് വിളിച്ചാ പോരെ? ഞാൻ കൊണ്ടുവരില്ലേ? ഇവിടെ എത്തിച്ച് വലിയ കാര്യമായി പോയി. എന്നാലും ഞാൻ നോക്കിയില്ല അറിയാപ്പോ. വേറെ ആരത്തിലും കൊഞ്ഞാടാണെങ്കിൽ ഇങ്ങനെ വിട്ടു.
കണ്ണാടി ആണ്ട് അടിച്ചിലാണ് ഒരു ഊണാണ് ഇലക്ട്രിക് വണ്ടി ഉണ്ട് ഇപ്പൊ ലൈസൻസ് ഇല്ലാത്ത. അതാണെങ്കിൽ ഒരു 20 സ്പീഡിൽ പോകുള്ളൂ വാങ്ങിക്കുന്നു. ഈ സ്പീഡിന്റെ കുഴപ്പമില്ല അറിയപ്പോ. ഇമ്മ പറഞ്ഞയച്ചാണ് ഇന്ന സാധനം വാങ്ങാൻ, ഞാൻ പോണില്ലാന്ന് ഞാൻ പറഞ്ഞ അമ്മാനോട് ചോദിച്ചു. വലിയ കുത്തിരിക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ കൊഞ്ഞാടോ. പെരിയ കുത്തിറക്കാനാണെങ്കിൽ വണ്ടി ഉണ്ടല്ലോ. ഇതൊക്കെ ഈ കിണപ്പൊന്ന് വിട്ടുവന്നത് ഇത് ആദ്യമുള്ളതാ ചെറിയ ഞാൻ നോക്കിയിട്ടില്ല ഇപ്പൊ വണ്ടി. മണ്ണതൊക്കെ ഇളക്കി പോക്കണ്. എന്തൊരു പൂക്കലൊക്കെ കൊടുക്കണേ. മണ്ണിലാ അപ്പൊ വീണാന്ന്. റോട്ടിലല്ലേ, റോട്ടിലാണെങ്കിൽ നിങ്ങക്ക് വണ്ടി കിട്ടുവോ? നല്ല പൈസയാവും ഇതിന്. ഇൻഷൂർ ഉണ്ടെങ്കിൽ ഒക്കെ മാറ്റി കിട്ടും. ഇൻഷൂർ ഉണ്ടോ? ഞാൻ അന്നത്തെ തട്ടെല്ലാം മാറ്റാൻ വിചാരിച്ചേനി. ഇനിയിപ്പോ ഇനി മുഖാണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ വെച്ചാണ്. അപ്പൊ കാര്യായില്ലേ? കാര്യായി. ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞിക്കണേ ഇപ്പൊ കാര്യമില്ലല്ലോ. അത് പിന്നെ പൈസ കൊടുത്ത് മാറ്റണ്ടേ. സ്റ്റാർട്ട് ആവാന് ഒരു ഇതുണ്ട്. പിന്നെ അങ്ങനെ 4-5 സ്റ്റിക്കർ അടിച്ചേക്കാണ്. ഇതോ അവര് കാക്ക വന്ന് ആരേലും വരുവോള് ഞാൻ അവിടെ നിക്കണ്ടേ? ചൊറ്റക്ക് കജ്ജണേ മുറിയും വെച്ചിട്ട്. വെറുതെ എന്തേലും പറയാം. സെൽഫ് അടിച്ചാൽ അപ്പൊ ഞാൻ പേടിച്ചിട്ടാണാവോ? അതിന് വേജാലി എന്താ കാട്ടിയാവോ? സെൽഫിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നല്ല കൊയിഞ്ഞാടിക്കണ്. പഠിച്ചോൻ കാത്തിട്ട് വണ്ടിക്കൊന്നും പറ്റിയില്ല. കാക്കുണ്ട് തന്നെ ഏതായാലും. ഭാഗ്യല്ലേ അറിയാപ്പോ. ഇച്ചു വല്ലാതെ പറ്റി. ഇച്ചി മുറിയുണ്ട്. കുട്ടിക്കൊന്നും പറ്റിയില്ല. വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇവിടെ ഒന്ന് സാധനം വാങ്ങാനൊക്കെ ഇവിടെ നിങ്ങൾ നടന്നു പോയാൽ മതി. ഇവിടെ അല്ലേ കട? ഇടക്കിടക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോണ്ടേ. ആവശ്യം ഞാൻ പോകുമ്പോ ഇച്ചു കൊയിഞ്ഞാടും അറിയില്ല. അപ്പൊ നിങ്ങളല്ലേ അറിയില്ലേ കൊയിഞ്ഞാടിയാലേ പഠിച്ചുള്ളൂ? നിങ്ങളല്ലേ അറിയത്? പഠിച്ചിട്ടില്ലേ? മനുഷ്യന്മാരായ കൊയിഞ്ഞാടൂലേ അറിയപ്പോ. അതിനല്ലേ വണ്ടി. ഞങ്ങളൊന്നും കൊയിഞ്ഞാടുന്നില്ലല്ലോ. മനുഷ്യന്മാരെ ഒന്നൊക്കെ കൊയിഞ്ഞാടും. ഇതൊന്നും അതിനെ പറഞ്ഞ ഈ വണ്ടിക്ക് കുരുത്തല്ല, അല്ലെങ്കിൽ എന്റെ കുഴപ്പമൊന്നല്ല. പോലീസിനെ കണ്ടപ്പോ ലൈസൻസ് ഉണ്ടായിട്ടു ഈ പോക്കാച്ചി പോയിഞ്ഞത്. അതെന്തുകൊണ്ടാ? എന്റെ മുറ്റത്ത് പോലീസ് ഒന്നും പിന്നെ നിർത്തിയിടൂലേ? ഞങ്ങളൊന്നും പോലീസിനെ കാണുമ്പോ ഇങ്ങനെ പോണില്ലല്ലോ. ചെറിയ അപ്പൊ അതെവിടെയാണ് പോലീസ്? ആദ്യമായിട്ട് ഞാൻ പോലീസിനെ കാണണേ. എനിക്ക് സത്യത്തിൽ ഓട്ടാവില്ല. എനിക്ക് പേടിയാണ് ഇപ്പോഴും. മറ്റേ ഷെഫിക്ക് ജംഷ ഉപയോഗിക്കണില്ല. വണ്ടി എടുത്താൽ മതി. ഇതിന് എടുക്കണ്ട. ഞാൻ കൽപ്പിച്ചു കൂട്ടിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ആദ്യമായിട്ടൊരു വട്ടാണ്. അതാദ്യായിട്ട് കഴിഞ്ഞാട് തന്നെ. ഇതിപ്പോ 5-6 മാസമായില്ലേ. അങ്ങനെയല്ല ഗ്യാപ്പില്ലേ അറിയപ്പോ. ഇതിനായിട്ട് നിക്കല്ലല്ലോ ഞാന്. ആരാ? ഓലോടൊന്നും പറയണ്ട. ഞാൻ തന്നെ നാട്ടുകാരൊക്കെ വിളിച്ചു പറയാം. വണ്ടി അല്ല മോണ്ടനോട് അനുവിനോടൊന്നും പറയണ്ടാന്ന്. ഓല് വിചാരിച്ചൂല ചോട്ടാൻ അറിയില്ലാന്ന്. ഈറുണ്ട് എന്നോട്. അതില്ലെങ്കിലോ? കണ്ണട മാറ്റണ്ടേ? ഞാനോ? അല്ല, വേറെ ആൾക്കാർ വരും അപ്പുറത്തുനിന്ന് മാറ്റാൻ. ഇത് അറിഞ്ഞോണ്ടല്ലേ ചെറിയ അപകടങ്ങൾ കൊയിഞ്ഞാടാണെങ്കിൽ ഇപ്പൊ ആരാ എന്താ കാട്ടുക? ഞാൻ കൊയിഞ്ഞാടാണെങ്കിൽ ഞാൻ മാറ്റും. സ്വന്തം കാര്യ അതൊന്നും പറ്റൂല കേട്ടോ. ഇതിപ്പോ ഞാൻ ശരിക്കും എന്റെ ഈ മുറിയൊക്കെ ആയിട്ട് ഞാൻ എന്നെ നോക്കണ്ടില്ലേനി. അല്ല എന്നെ നോക്കിയാതേനി, വണ്ടി നോക്കണ്ടില്ലേനി. ഞാൻ നോക്കിയില്ലാന്ന്. ഞാൻ അല്ലെങ്കിൽ കാരണം മുറിച്ചാവോ? ഒറ്റ ഇടലാണ്ട് ഇട്ടാ പോരെ, എന്നിട്ട് നീച്ചെന്നാ പോരെ. വണ്ടി നോക്കിട്ട് ബുക്കുമ്പോ എല്ലാരും എന്റെ വണ്ടി എവിടെ, എന്റെ വണ്ടി എവിടെ പേടി ഉണ്ടാവൂലേ ചെരിയുമ്പോ?
മനസ്സിലെ കരഞ്ഞിങ്ങാണ്ടും വലുതാണല്ലോ വണ്ടി ആണ് ബുക്കുമ്പോ എന്റെ വണ്ടിയാണോ ഇപ്പൊ ചൂടാവുന്ന വണ്ടിയാണ് എടുക്കാൻ പോലെ അപ്പൊ തലടിച്ചു പോണ തലച്ചോറൊക്കെ പുട്ട് ഇങ്ങനെ വരുച്ച് വെറുതെ എന്തേലും പറയാ വണ്ടി നോക്കിക്കണം. അല്ല അതോടെ അതിന് വിളിച്ച അതുവാ ആദുവാ ആദുവാ ആദൂന്ന് വിളിച്ചാടി മാ ചെറിയാപ്പൂന് കാണാനാണോല്ലോ ആ വണ്ടി വന്ന് ഊണട്ടെ ഓൽക്കൊന്നും കുഴപ്പമില്ല അതിനപ്പോ വിശ്വാസത്തിന് മണി കൊണ്ടുവന്നേരാ. എന്താ ഒന്നും പറ്റിയിട്ടില്ലല്ലോ? ഉമ്മച്ചി എന്നെ നോക്കിയില്ലേ? എന്താ പറ്റിയ? എങ്ങനെ വീണ് നമ്മള് വണ്ടി വന്ന്? കല്ലുമ്മ കൂടെ ഒറ്റ വീയലല്ലേ ഇനിയോ? എങ്ങനെ വീണ പറ എങ്ങനെ വീണ പറ രാവിലെ ഇന്നലെ വീണില്ലേ? ഇന്ന് വീണില്ലേ? എങ്ങനെ വീണേ? ബാ ബാ ഏത് ഏതെന്താ ആ കുട്ടി കളിച്ചിട്ടായ മുറിയാട്ട ഞാനല്ലേ? ഉമ്മച്ചി വണ്ടി വന്ന് വീണില്ലേ? എന്താ പറ്റിയേ? ഒന്നും ആയിട്ടില്ല കേട്ടോ. കാലുമന് ഒന്നും ആ ഉമ്മച്ചിക്ക് വാവുമായില്ലേ? ഞാൻ പറഞ്ഞില്ല എന്റെ കുഴപ്പമില്ലാതെ. അല്ല എന്റെ കുഴപ്പമാണ്, ഞാൻ എന്റെ വണ്ടിയാണ്. മറ്റേ വണ്ടിയാണല്ലോ 3 ഏക്കറോ? കൈ ഒടിഞ്ഞിക്കണ അല്ല ചെങ്ങളൊന്നും കരയാൻ പറ്റുവോ? നേരം ചെറിയപ്പോ നിങ്ങളെന്തേ കുയിന്നമാര് വർത്താനം പറയുന്ന മാതിരി അതിന്റെ വേനാക്കി ഡ്രസ്സൊന്നും വേണ്ട. നിങ്ങളത് നന്നാക്കി കിട്ടുവോ ചോക്ക്? വേറെന്താ തിന്നാണ് അത് അളിമാരൊന്നുമില്ല. കണ്ണാടിക്കോ? കണ്ണാടിക്ക് വില ഇല്ലല്ലോ. വില നിന്നോട്ടെ അറിയാപ്പോ കണ്ണട്ടൂലല്ലോ. മാത്രല്ല ഇവിടെ ഇതുണ്ട് പല്ല് കുത്തിയത്. അത് ഞാനൊന്നല്ല. അതൊക്കെ ഞാനാണ്, അത് ഞാനല്ല. നിങ്ങള് പോയി ചാത്തതിന്റെ മേത്തക്കൊടും ഞാൻ കൊയിഞ്ഞാടിയതാണല്ലോ. അതിന് ഈ സൈഡ് ഒന്നായിട്ടൊന്നും ഇറങ്ങിക്കാണേ, അതുകൊണ്ട് ഇവിടെ ഒക്കെ ആയി. ഇതിലൊക്കെ അങ്ങനെ മോഡലായി നിന്നോട്ടെ. ഇല്ലെങ്കിൽ ക്യാപ്പ് ഇട്ടിട്ടല്ലേ ചെറിയ പീനായിട്ട് നിക്കാണെങ്കിൽ ഒന്നും മുഗ്ഗൂല്. പിന്നെ 5-8 മാസായി. ആ തുടക്കത്തിലല്ലേ കൊയിഞ്ഞാടിയത്. നല്ല വണ്ടിയാണ്. അതല്ല ഞാൻ കൊയിഞ്ഞാടുമ്പോഴാണ് വണ്ടിയൊക്കെ കൊയിഞ്ഞാടില്ല. എന്താ അത് ഞങ്ങളോടല്ലോ ചോദിച്ചണ്ട്. ലൈറ്റ് ഒക്കെ കത്തുണ്ട്. സ്റ്റാർട്ടാക്കി തലേ കൊണ്ടുവന്ന് ഇൻഡിക്കേറ്ററും കത്തുണ്ട്.
നിങ്ങളെ വിളിച്ചാൻ പേടി എന്തിനു കാര്യം പറയാന്. വണ്ടി പോണെന്ന് അറിയാനോ? അപ്പൊ നിങ്ങളിച്ചനായാലും മുക്കുവല്ലോ അല്ലേ? മാറ്റാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. എന്റെ അടുത്ത് ഇപ്പൊ വാളിമാലൊക്കെ ഉണ്ടല്ലോ, നൈസായിട്ട് ഇങ്ങനെ ഊരാലോ. അത് മാത്രമല്ലല്ലോ, 10 ഉറുപ്പിക വരും മുന്നത്തെ മാറ്റാനും. കണ്ണട മാറ്റാൻ 10,000 ഉറുപ്പിയെ? എന്തൊരു കണ്ണടങ്ങൾ വെക്കണ്? അല്ല 5 ഉറുപ്പിക വരുള്ളൂ. 5,000 ഉറുപ്പിയെ? ഇത് മാറ്റണ ഈ സാധനം. അപ്പൊ എന്തിനാ മാറ്റണേ? പൂച്ച മാന്യമാരി ആക്കി. അത് മോഡലാണ് അവരുടെ. അന്റെ പെണ്ണുങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണം. ആർക്കെങ്കിലും കൊടുക്കണം. അല്ല പെങ്ങളെ ഈ പെങ്ങളെ ആർക്കെങ്കിലും കൊടുക്കണ്ടോ വെച്ചാ ആരൊന്നുമില്ല, കൊടുക്കണെങ്കിൽ കൊടുത്തോ. അറിയാതല്ലേ ഷഫീക്ക? അല്ല ഒന്നുമില്ല. പിന്നെ മറ്റേ ഒന്നും ആയിട്ടില്ല. ഒന്നുമില്ല ഫീക, വണ്ടി ചെറുതായിട്ടൊന്ന് മറിഞ്ഞു, കണ്ണട ഒന്ന് പൊട്ടി. ബൈക്കൊക്കെ തള്ളിയിട്ട് നല്ല ഉസാറായിട്ട് ഇവിടെ കുത്തിരിക്ക. എന്നോട് പറയാം ഞങ്ങളെ ബൈക്കിന് പൊരുത്തല്ല. റോട്ടാറായിട്ടല്ല ബൈക്ക്. ഓനുമ്പാടെ വന്നപ്പോ എന്നോട് അറിയണേ നല്ല ഡ്രൈവർ അയക്കണില്ലേന്നോ എന്നോട് പറഞ്ഞു. ചോദിച്ചോക്കാ. അതന്നെ നല്ല ഡ്രൈവറാണെന്ന് പറഞ്ഞു. ഇല്ല ഫീക കണ്ടോ, ഞാൻ ബുഗാത്തിയാണ്. അപ്പൊ 2 ഞാൻ വണ്ടിന്റെ ഒരു ഗ്ലാസ് നല്ലോണം പൊട്ടി, ഒന്നും മാറ്റണമെന്നൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ലടാ. അതിന് 5,000 ആണെന്ന് പറഞ്ഞ് കുത്തിരിക്കുകയാണ് എന്റെ അടുത്തുനിന്ന്. വിലക്കുറവില്ലോണ്ടേ. അങ്ങനെയാണെങ്കി ഓക്കെ അല്ലേ? ക്ഷമിച്ചൂല. അറിയാതെ അറിഞ്ഞോണ്ടല്ലോ. പണി എന്നാലും കൊറേ കരുതിയിരിക്കണ, ഒന്നും പറ്റിയിട്ടില്ല. വെറുതെ വണ്ടി ചായ കറക്കി പോവാന്നല്ലാതെ സ്റ്റൈലാക്കാൻ അറിയുള്ളൂ. നിങ്ങൾ ഒരു വട്ടം കൊയിഞ്ഞാടിയിട്ട് നിങ്ങളെ കണ്ണില് ചോരയൊക്കെ വന്നല്ലേ ഇനിയോ? പോസ്റ്റുമൊക്കെ തലല്ലേ അല്ലേ ഇനിയോ? ഊണതല്ലേ ഇനിയോന്ന്? അതൊക്കെ എന്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല, അപ്പുറത്തുള്ള ആള്. ഇത് എന്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല, ആ റോട്ടിലൊരു കല്ല് ആരോ കൊണ്ടുപോയിട്ടുണ്ട്. ആ നിങ്ങൾ മനസ്സിലാക്കാത്തെ? നിങ്ങളുടെ ഒന്നും മിസ്റ്റേക്ക് അല്ല. പ്രശ്നമല്ല. ആ കല്ല് പല്ലെങ്കിൽ എത്ര ആള് പോകണ്ട, ഒരാൾക്ക് ഇറങ്ങിയ കല്ലെടുത്തൂടെ? ഞാനൊക്കെ വരുമ്പോ കല്ലാടുന്നതിന് നിങ്ങൾ മാറ്റാത്തോണ്ടൊക്കെ ആരോ, അല്ലെങ്കിൽ അപ്പൊ ഞാനാവുമ്പോ കോക തുടങ്ങി ചെറിയപ്പോ നോക്കി അതിന്റെ അത് മാറും. നിങ്ങള് പുണ്യം ചോദിച്ചാൽ ഇങ്ങനത്തെ പെണ്ണുങ്ങളെയൊക്കെ കണ്ണാടിയൊക്കെ നിലത്ത് കൂടി കണ്ടിട്ടോ. ഞാൻ ഒന്നും കളയാതെ കൊണ്ടുവന്നേനി. മാറ്റാനും പറ്റുമോ? സ്ക്രാച്ച് ഹലോ, ഞാൻ ഇവിടെടാ മറ്റോ ക്യാമറ കൊണ്ട് കുടുങ്ങിട്ടോ. ഓന്റെ അമ്മ വിളിച്ചിട്ടുണ്ടോ? ആകെ മറ്റത്തുമാരി ഞാൻ എങ്ങനെ കളയാ? തോത്തി നോക്കിയാ യൂട്യൂബില് തോത്തിയാ പോകുന്നു. കറുത്ത വണ്ടിയാണെങ്കിൽ കറുത്ത തുണി കൊണ്ട് തോത്തിയാ പോകൂലോടി. അന്റെ ഷാളും കൊണ്ട് തോത്തി നോക്ക്. സ്കൈ ബ്ലൂ മരത്തെ തുണി എടുത്തോണ്ടോ നോക്കട്ടെ, ഞാൻ പോകണ്ടോ? സ്കൈ ബ്ലൂ അല്ല, ഡാർക്ക് നേവി. പൈപ്പൊക്കെ ഇട്ടോ? വണ്ടി കേക്ക് ചെയ്താ?
വണ്ടി കേൾക്കൂല, ഒന്നും കാട്ടൂല, ഒരു വൃത്തിയില്ലാതെ മണ്ണ് നീച്ചാണ് വണ്ടിയിലേറി. അപ്പൊ റോസിന്റെ ആദ്യം പിന്നെ ലിപ്സ്റ്റിക് മേക്കപ്പ് തരുമോ? കണ്ടങ്ങളി വണ്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ നിന്റെ ഈ മുറിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ പേടിച്ചിട്ട് ഈ തോക്കുന്നത്. ടൈമാടി എന്റെ സ്ക്രാച്ച് എന്താ പോണേ നിങ്ങളെ വണ്ടി എന്താ മറ്റേ ഫൗണ്ടേഷൻ കെട്ടി തോട്ടുമ്പോ പോവാന് മണ്ണൊക്കെ പോണത്. മണ്ണ് പോകും, മണ്ണ് തന്നെ കുറച്ചാൽ കഴിക്കാനും പോകും. സ്ക്രാച്ച് പോണില്ലല്ലോ. പൂവുണ്ട് സംഭവം. ഇത് ഫസ്റ്റ് നമ്പറാണ്. എന്നാള് വീണതാ വേറെ ഫസ്റ്റ് ആ വെള്ള കാണുന്ന എന്നാള് വീണതാ. ഞാൻ ആളൊക്കെ കേട്ടോ 1 2 അതെങ്ങനെ ഫസ്റ്റ് ആണത്? അത് ഫസ്റ്റ് ആണ് അറിയാപ്പോ. കണ്ടോ ഇതൊക്കെയാണ് നമ്പർ 2 ഒക്കെ പോകുന്നുണ്ട് പുതിയതായിട്ടല്ലേ. അതൊന്നല്ല, ചില സ്ക്രാച്ചുകൾ തുടച്ചാ പോകും, ചിലത് പോവില്ല. അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കാറൊക്കെ തട്ടി ഞങ്ങൾ തുടച്ചാ പോണില്ലേ, കാറ് പോണില്ലല്ലോ. എന്നിട്ട് എന്താ പോവാത്ത? ഇതൊന്നാണ് ചെറിയപ്പോ പഴക്കം വന്നില്ലേ. എന്തോന്ന് എന്നാ അത് അന്ന് തുടച്ചാ പോയിനി. അന്നുണ്ട് ചെറിയപ്പോ അന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഈ അതൊക്കെ ഇതൊക്കെ ഒന്നാണ് ഈ കാണുന്നതൊക്കെ എന്തറിയാപ്പോ കണ്ടോ അത് പോയല്ലോ. അതൊന്നും പോണില്ലല്ലോ. ഇതൊക്കെ ഒന്നാണ് അവിടെ കേട്ടോ. ഇതൊക്കെ ഒന്നാണ്. എന്ത് ജി ഒന്നൊന്നാണ് ആദ്യം കുഞ്ഞാലിയത് കുറച്ചൊക്കെ പോയല്ലോ. ഓണ്ടറിയപ്പോ എന്നാ പിന്നെ അന്റെ അടുത്തേക്ക് വീണോരെ വണ്ടിയൊക്കെ കൊടുന്നാ മതിയല്ലോ. എന്താ അത് തുടച്ചാ പോണേ? ഞാൻ ഓടി ഊതി ആ ഈ മണ്ണൊക്കെ വന്നോ മണ്ണൊക്കെ തോട്ടുമ്പോ പോകുന്നുണ്ട്. ഇവിടൊക്കെ അങ്ങനെ പറ്റിട്ടോ. ഇത് തുറക്ക് ഇവിടൊക്കെ. ഞാൻ എന്തിനാ ഈ ക്ലാസ് ഒക്കെ ഇനി കാലുമ കുത്തിക്കോ കേട്ടോ. ഗ്ലാസ് നന്നായത് ചെറിയപ്പോ ഇല്ല. തുടച്ചപ്പോ ഗ്ലാസ് നന്നായോ? ഗ്ലാസ് മുതുകാടിന്റെ കണ്ണാടി കൊണ്ടു ചെറിയപ്പോണ്ട് അടുത്ത് എന്തറിയാവോ അത് കൊടുക്കല്ലേ വണ്ടി ഒക്കെ. ഞാനിപ്പോ പക്ഷെ ഒന്ന് ശരിയാക്കാല്ലേ കൈപോളോ ശരിയാക്കാല്ലേ കൈ ശരിയാക്കണ്ട, ക്യാമറ ഉണ്ട്. അപ്പളാത്തിയേ ഞാൻ കണ്ണട ചാടി ചില്ലാണോ വന്ന കണ്ണു കാണാതെ ചില്ലാണോ വന്ന ലാസ്റ്റ് ഒന്നും വന്നായി ആക്കാണ് കാര്യം പത്തനൊക്കെ പോയി. പ്രാങ്കൊക്കെ ചെയ്യുമ്പോ നല്ല വണ്ടിയെ കുത്തി പൊളിച്ചണം. ഞാൻ പറഞ്ഞോളൂടെ മുന്നത്തെ ആ ചില്ലിത് പൊട്ടിച്ച ലൈറ്റ് അപ്പൊ അച്ഛാതെ തെറ്റായി പോയി തോന്നുന്നു. ഈ നല്ല വണ്ടി കുത്തി പൊളിച്ചാ ഇവിടെ അത് ഫ്രീ നേരപ്പ് തല്ലേനോ ഇച്ചതല്ലേ കുറച്ച് പറ്റിയ പിന്നെ അല്ലാതെ ഇന്നത്തെ ഞാൻ കുടുങ്ങിയല്ലേ. പിന്നെ അത് ഓഫാക്കാൻ പറഞ്ഞത് എവിടെ കജ്ജുമില്ല. അത് ഓഫായിക്കള കാണാ. വണ്ടി നല്ല തുടച്ച് ശരിയാക്കില്ലേ? അതിനൊക്കെ ഞാൻ എന്തേലും ഉണ്ട് ഗജി അന്നതാക്കിയാണ് എങ്ങനെ അതിന് പ്രാങ്ക് പച്ചങ്കോച്ചാലും പ്രാങ്ക് ചെയ്തൊന്നും വിചാരിച്ചില്ല. കാരണം ഒന്ന് തറവാട്ടത്തെ കഴിഞ്ഞ അധികം ആയിട്ടില്ല. അടിച്ചു പൊളിച്ചതിന് വണ്ടി എന്നാലേ ഒരു അടിയൊക്കെ കിട്ടുള്ളൂ. ഇത് പൊട്ടിച്ചത് കുത്തി പൊട്ടിച്ച പൊട്ടിച്ചാ ഞാൻ നന്നാക്കുന്നത്. അതേമാതിരി ഇതൊന്നും കാണരുത് ഇവിടെ. അങ്ങനെ വളഞ്ഞിട്ടൊക്കെ നിക്കണം. ഇതേ വണ്ടി ഞാൻ അടുത്തീര് ശരിയാക്കല സമയ അടുത്ത ചെറിയപ്പോ വല്ല പിക്കപ്പോ കാറോ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നെലിച്ചു വല്ല പാണ്ടിലോടിന്റെ മുന്നേ കൊണ്ടുപോയിടാം. എന്നാലേ അടിയൊക്കെ കിട്ടുള്ളൂ. അപ്പളെ പ്രാങ്കിന് 2 അടിയൊക്കെ അടിച്ചിട്ട് എന്താ പറഞ്ഞിട്ട് 4 അടിയൊക്കെ അടിച്ചിട്ട് അങ്ങനെ തരാൻ പൂതിണ്ടായിന്ന്
ഇത് പഠിച്ചാ പറ്റൂലല്ലോ, ഇത് ബൈക്കിന് സ്ക്രാച്ച് വീണാണ്ട്. ബമ്പർ ഉണ്ട്, അതാണ് അത് ഐഡിയ ഇല്ലേ? അതല്ല ധൈര്യം. അതെന്താ ഫുള്ള് മാറ്റി തരുവോ? ബമ്പർ ടു ബമ്പർ ഇൻഷൂർ എടുത്തിരുന്നു. എന്ത് പറ്റിയാലും അതൊക്കെ അരച്ച് ഒന്നാമത് വണ്ടി തരുന്നേ. വണ്ടി ഈ വൈകുന്നേരം കൊണ്ടുവന്നില്ല കേക്ക് കൊണ്ട്. വണ്ടി ഏതായാലും പൊട്ടി ഇറങ്ങാറായി ടെൻഷനായിട്ട് അമ്മായിമ്മ സങ്കടം മാറ്റാൻ വേണ്ടി കപ്പ് കേക്കും. അല്ലാതെ ചായ ഇട്ടാതെ പോകൂലല്ലേ ഇനി. അപ്പൊ ഇന്നത്തെ പ്രാങ്ക് വീഡിയോ എത്രയുള്ളൂ? നമുക്ക് ഇനി എന്ത് പ്രാങ്ക് ചെയ്താലും ഞാൻ ചത്താലും തിന്നാ നേരത്തെ ഫുഡേ ആ ചവിട്ടിയാണ്ട് മാറ്റിക്കളിമ്മ ഏത് കൈൻ്റെ അപ്പൊ ഇന്നത്തെ വീഡിയോ അതിന്റെ ബാക്കിയല്ലേ ഏറ്റോ മോട്ട ഞങ്ങളന്ന് വന്നിട്ട് വിഷമൊന്നുമില്ല, ചെറിയൊരു സങ്കടം ഉണ്ടായിനില്ലേ? ശരിക്ക് പൊട്ടിച്ചെന്നെ ചെറിയ പടുത്തിട്ട് സത്യമായിട്ട് ഞാൻ പൊട്ടിച്ചു. പിന്നെ എന്തിനാ പൊട്ടിച്ചേന്ന് എന്നോട് ചോദിച്ചത്. അങ്ങനല്ല. ഞാൻ ഇനി പ്രായം നിങ്ങളെ പേർക്ക് തീയൊക്കെ ഇടും. ആൾക്കാർ ചോദിച്ചൂലേ ഇതിനാണ് അവളെ തല്ലിയതെന്ന് ചോദിച്ചൂലേ? അല്ല, ഇനി അടുത്ത പ്രായം ചിലപ്പോ നിങ്ങളെ പേരെയൊക്കെ തീയിടക്കാരോ. അപ്പൊ എന്തിനാ അത്ര പൊടിച്ചു? ചെലപ്പോ കടന്നുറങ്ങണം. അങ്ങനെ ഉറങ്ങുമ്പോ മണ്ണെണ്ണ മേത്തൊക്കെ അത് കത്തിച്ചു പേര തള്ളിട്ട് ആങ്ങളെ കണ്ട് പറ്റും ഞാൻ. വേണ്ടേ നിങ്ങളെ മനൊക്കെ തട്ടിക്കൊണ്ടുപോകും ചിലപ്പോ. കജ്ജൊക്കെ ഇമ്മൊന്ന് വീഴ്ച മതിയോളെ അവിടെ ചുമരുമ്പങ്ങനെ കിടക്കണേ. ഒന്ന് ആലോചിച്ച് നോക്കിയതാല്ലേ? ഞാൻ കിടക്കണ ചെറിയപ്പോ അതെല്ലാം പറ്റിയോ? അവനിക്കൊന്ന് ഞാൻ പോലെ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു? അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.